ഹായ് നമസ്കാരം. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നൊന്നും ചോദിക്കണേ ഇല്ല. കാരണം ആർക്കും ഒട്ടും സുഖമില്ല, മനസ്സിനൊന്നും ഒട്ടും സന്തോഷമില്ല എന്നൊക്കെ അറിയാവുന്ന കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയണേ ഇല്ല. കാരണം എന്താ ചെയ്യുക, നമ്മുടെ വയനാട്ടിലെ സംഭവങ്ങളൊക്കെ ഓരോരുത്തരുടെയും മനസ്സിനെ അത്രമാത്രം പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. നമുക്കൊക്കെ എന്താ പറയുക, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഓരോരോ ഭാഗത്തും ഉണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ പാടത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് വീടുകളുടെയൊക്കെ കിണർ മലിനമായിട്ടുണ്ട്. കാരണം പാടത്തു നിന്നൊക്കെയുള്ള വെള്ളം കിണറിലൊക്കെ കയറി ആകെ ചീത്തയായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ക്ലോറിനേഷൻ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ടീം തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കുറേയൊക്കെ കുറഞ്ഞു, വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് മുറ്റത്തും വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ മാറിപ്പോയി. കിണറൊക്കെ കുറച്ച് വെള്ളം താഴ്ന്നൊക്കെ ചെയ്തെങ്കിലും അവർക്ക് അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ക്ലോറിനേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. പൊതുവേ ജലജന്യ രോഗങ്ങളുടെ ഒരു കാലമാണല്ലോ ഈ മഴക്കാലം. പിന്നെ ഇങ്ങനെ വെള്ളം കൂടി ചീത്തയായി കഴിഞ്ഞാൽ നമുക്കിനി എന്തൊക്കെ അസുഖങ്ങളാണ് വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൊതുവേ വെള്ളമൊക്കെ എല്ലായിടത്തും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്നപ്പോഴത്തേക്ക് കേട്ടോ. ഈ പാടത്തിനോട് ചേർന്നുള്ള കുറേ വീടുകളിലാണ് കേട്ടോ ഇങ്ങനെ വെള്ളം കയറിയിട്ടുള്ളത്. ഉയർന്ന ഭാഗത്തേക്കൊന്നും അങ്ങനെ വെള്ളത്തിൻ്റെ വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മിക്കവാറും ചില വീടുകളിലൊക്കെ നമ്മൾ കിണറിൽ മീനുകളെ വളർത്തല്ല, പാടത്തിനടുത്തൊക്കെയുള്ള വീടുകളിലൊക്കെ കിണറിൽ മീനുകളുണ്ട്. അതവർ കൊണ്ടിട്ടതൊന്നും വളർത്താൻ ഇട്ടതൊന്നല്ല, ആദ്യമൊക്കെ ഉണ്ടായിരുന്നതും പിന്നെ ഈ വെള്ളം ഇങ്ങനെ കയറി വരുമ്പോൾ അതിലിങ്ങനെ പെടുന്നതൊക്കെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ ഈ മീനുകളൊക്കെ ചത്തു പോവാറുണ്ട്. പക്ഷെ അത് ചത്തു പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലോറിനേറ്റ് ചെയ്തതിനെ കൊണ്ടായിരിക്കില്ല. നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ ഈ ചെറിയ ചെറിയ തരികളുണ്ടാവും, അത് അത് അവർ വിഴുങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ വിഴുങ്ങുമ്പോൾ അത് അങ്ങനെയാണ് അവർ ചത്തു പോണത്, അല്ലാതെ ക്ലോറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് മീനൊന്നും ചത്തു പോകില്ല. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതത്രയും എന്തിനാ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ കുടിക്കുകയല്ലേ, അപ്പോൾ അതിനുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മീനുകൾ ചാവാൻ കാര്യം ഇതാണ്, വിഴുങ്ങി പോണോണ്ടാണ് അത് ചത്തു പോണത്. പക്ഷെ നല്ല മഴയാണ് കേട്ടോ ഇന്നും. രാവിലെ മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞ പോലെ തോന്നിയിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ശക്തമായ മഴയുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും വർക്ക് ചെയ്യാനൊന്നൊരു പറ്റിയ സമയമൊന്നുമല്ല, എങ്കിലും നമുക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഒട്ടും പറ്റില്ല. കാരണം അത്രയും ആൾക്കാർ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും മഴയൊന്നും കാര്യമൊക്കെ അത് ചെയ്ത് കൊടുക്കേണ്ടത് അത്ര അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഈ പാടത്തിനോട് ചേർന്ന ഭാഗമായത് കൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അത് കയറി വന്ന് കുടുങ്ങിപ്പോയി. കാരണം അങ്ങനെ മെറ്റൽ വിരിച്ച മുറ്റത്തായതിനെ കൊണ്ട് അതിന് ഭയങ്കര ബുദ്ധിമുട്ട് നടക്കാനൊക്കെ. അത് പേടിച്ചോടി പുറത്തേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ ആ പാടത്തൊക്കെ നല്ല വെള്ളമാണ്. ചെറിയ ആണിച്ചാല് പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല ശക്തമായ ഒഴുക്കാണ് കേട്ടോ. പിന്നെ മുകൾ ഭാഗത്തു നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഒന്നിച്ച് പാടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നല്ല ശക്തമായ ഒഴുക്കാണ്. ചെറിയ കുട്ടികളൊക്കെ ഉള്ളതൊക്കെ ആകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്നാൽ വീടിൻ്റെ മുന്നിലൂടെയൊക്കെയാണ് കേട്ടോ ഇത് പോണത്. ഈ കുഞ്ഞു മക്കൾക്ക് വെള്ളം കാണുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ അത് എത്രമാത്രം അപകടം പിടിച്ചതാണെന്നൊന്നും. അവർ വെള്ളം കാണുമ്പോൾ ആ സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നാലൊക്കെ ഒരുപാട് വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. വെള്ളം കുട്ടികൾക്ക് അത്ര പേടിയൊന്നും ഇല്ല, കാരണം അവർക്ക് അറിയില്ലല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ളത്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരു ചെറിയ തോട് അപ്പുറത്ത് കൂടി പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ കവിഞ്ഞിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ പാടത്താണ്, കൃഷിയൊക്കെ ഉണ്ടാക്കുന്ന പാടമാണ്. പക്ഷെ അവിടെയൊക്കെ നിറയെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഈ ഭാഗത്ത് കുറേ വാഴയൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് വെണ്ട കൃഷിയുണ്ട്, കപ്പ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നാശമൊന്നും ഒരു നാശമായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മളെ വയനാട്ടിലുള്ള നമ്മളെ പ്രിയപ്പെട്ടവരെ ഓർക്കുമ്പോഴേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും നല്ലല്ലോ ദൈവമേ. അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമാണ്. എന്താ ചെയ്യുക, നമ്മളൊക്കെ സഹിക്കില്ല, അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓരോരോ പരീക്ഷണങ്ങൾ, ദൈവം എത്ര ക്രൂരനായി പോയോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അവർക്കൊക്കെ വേണ്ടി മനസ്സുരുക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം എന്താ പറയുക. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടേ മനസ്സിന് ഒരു സുഖമില്ല കേട്ടോ, നമ്മുടെ ന്യൂസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ. അപ്പോൾ നമുക്ക് സങ്കടമാണ്, അതല്ലെങ്കിൽ മനസ്സിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല താനും. അപ്പോൾ എന്തായാലും രാവിലെ വർക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വർക്കൊക്കെ നിർത്തി പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.